ഹായ് നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള മീൻപിടിപ്പാറയിലാണ്. ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ എൻട്രി ഫീസ് വെറും 20 രൂപയുള്ളൂ. എത്ര സമയം വേണേലും നമുക്കിവിടെ ചുറ്റിക്കറങ്ങാം. ഈ വെക്കേഷന് കുട്ടികളുമായിട്ടൊക്കെ ചുറ്റിക്കറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എല്ലാവരും ഇവിടേക്ക് വരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ മീൻപിടിപ്പാറയുടെ മെയിൻ എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഇവിടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനടുത്തായാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറാം. അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. 5000 രൂപയാണ് പിഴ ഈടാക്കുന്നത്. 20 രൂപയുടെ ടിക്കറ്റും എടുത്ത് 5000 രൂപയും അടച്ചിട്ട് പോകാൻ ആരും ഇടവരുത്തരുത്. അവിടുന്ന് വരുമ്പോൾ മനോഹരമായ ഒരു തോടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു മീനിൻ്റെ വലിയൊരു പ്രതിമ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. തട്ടുതട്ടായി കെട്ടി വെള്ളം അതിലൂടെ ഒഴുക്കിയിരിക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ആൾക്കാർ അതിലൂടെ നടക്കുന്നൊക്കെയുണ്ട്. വഴുക്കലൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട്. ഒരുപാട് കുട്ടികൾ ഇവിടെയൊക്കെ ചാടി ഓടി നടക്കുന്നു. ഇവിടെ എത്തുമ്പോൾ വലിപ്പച്ചെറുപ്പം ഒന്നുമില്ല, എല്ലാവരും കുട്ടികളാണ്. ഇവിടെ കുറേ ആൾക്കാർ ഊഞ്ഞാലൊക്കെ ആടി സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബിന്ദു ചേച്ചിക്ക് ഒരാഗ്രഹം, ഊഞ്ഞാലാടണമെന്ന്. അങ്ങനെ ചേച്ചിയെ പിടിച്ച് ഊഞ്ഞാലിൽ കയറ്റി. അപ്പോഴുള്ള ചേച്ചിയുടെ ആ ചിരി കണ്ടില്ലേ, എത്ര സന്തോഷം. ഇതൊക്കെയാണ് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത്. ഹാപ്പിയായി മുന്നോട്ട് പോവുക. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതം. കണ്ടില്ലേ, ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അപ്പുറത്തെ കാഴ്ചകൾ കാണാം. ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ട് ആ കുഞ്ഞു മോന് ഞങ്ങൾക്കൊരു ഹായ് ഒക്കെ തന്നു. ഈ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ ഏതോ ഒരു വനത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതി തോന്നുന്നില്ലേ, അതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഈ നടന്നു പോകാനുള്ള ഈ കൈവരി പാത ഇല്ലേ ചേച്ചി? അടിപൊളിയായിട്ട് നല്ല തറയോടിട്ട് ഇൻ്റർലോക്ക് ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നടന്നു പോകാൻ നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ നല്ല രീതിയിൽ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. അതാണൊരു പ്രത്യേകത ഇല്ലേ ചേച്ചി? വളരെ നല്ല രീതിയിൽ കൈവരി ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. മനോഹരമായ പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മനോഹരമായ ഒരു തൂക്കുപാലം കാണാം. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല രസമാണ്. 2 സൈഡിലും റബ്ബർ തോട്ടമാണ്. ഇവിടെയൊക്കെ കാട് പിടിച്ചിരിക്കുകയാണ്. നല്ല പളുങ്ക് പോലത്തെ വെള്ളമാണ്. നമ്മൾ പാലം കയറി ഇപ്പുറത്ത് വരുമ്പോൾ ഈ കൈവരി വഴി കൂടെ കയറി നടക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. താഴോട്ട് പോകുമ്പോഴും ഒരുപാട് ചുറ്റിയടിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ നല്ല ഭംഗിയാണ്. എല്ലാവരും വെള്ളത്തിൽ കിടക്കുകയാണ്. ഇപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ട് ഈ വെള്ളത്തിലിങ്ങനെ കിടക്കുമ്പോൾ നല്ല ആശ്വാസം തോന്നും. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയതാണ്, പക്ഷേ അവിടെ നല്ല ആൾക്കാരുടെ ബഹളം കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ തിരിച്ച് കയറി ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികൾക്കായുള്ള പാർക്ക്. എല്ലാവരും ചാടി തുള്ളി നടക്കുവാണേ. അവർക്ക് കിട്ടിയ അവസരം അവർ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. മനോഹരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളും ഇവിടേക്ക് വരിക. ഇവിടുത്തെ കാട്ടരുവിക്കും കാട്ടുപൂഞ്ചോലയ്ക്കും സമാനമായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഈ മീൻപിടിപ്പാറ. കൊട്ടാരക്കരയിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം ഉള്ളത്. 2021 ഈ സ്ഥലം അറിയപ്പെട്ടു തുടങ്ങിയത്. അതിനു മുൻപ് കാട് കയറി കിടന്നിരുന്ന ഒരു സ്ഥലമാണ് ഇത്ര മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റിയിരിക്കുന്നത്. കൊട്ടാരക്കര പുലമ്മൺ തോടിൻ്റെ ഒരു ഭാഗമാണിത്. ഈ തോട്ടിൽ നിറയെ മീനുണ്ട്. അതിനെ ചൂണ്ടയിടാൻ പണ്ട് കുറേ ആൾക്കാർ സ്ഥിരം ഇവിടെ വരുമായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മീൻപിടിപ്പാറ എന്ന പേര് കിട്ടിയത്. ഇവിടെ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. കോടികൾ ചിലവാക്കി നടത്തിയ ഒരു പദ്ധതിയാണിത്. എന്നാലും ആ പദ്ധതി പാഴായിട്ടില്ല. കാരണം ഒരുപാട് പേരെ ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് ഇന്ന് മീൻപിടിപ്പാറ.
ഇവിടെ ഒരു മെസ്സേജൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വായിക്കാൻ ശ്രമിക്കണേ. ഈ വിനോദസഞ്ചാര കേന്ദ്രം നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ. ഇവിടെ നിങ്ങളുടെ അടയാളമൊന്നും അവശേഷിക്കാതെയും ഇരിക്കട്ടെ. ആഹാ, നല്ലൊരു മെസ്സേജ്. അപ്പോൾ ഇതൊക്കെയാണ് മീൻപിടിപ്പാറയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.